ശ്യാമേ, ഒടുവിൽ വിധി വന്നിരിക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി. അതായത് സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് നടന്ന ചർച്ചകളൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്, 20 വർഷം. ആളുകൾ എനിക്ക് തോന്നുന്നു വലിയ പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശിക്ഷ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്രായം പരിഗണിച്ചിട്ടുണ്ട് അതിനകത്ത്, കുടുംബ പശ്ചാത്തലം, പിന്നെ അതുപോലെ തന്നെ ഈ പൾസർ സുനി ഒഴികെ ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളതൊക്കെ അതിനകത്ത് പരിഗണിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വിധി വരുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ ഈ അഭിപ്രായ പ്രകടനമൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിച്ചാണിപ്പം. പഴയതുപോലെ വാവിട്ട അഭിപ്രായ പ്രകടനമൊന്നും നടത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കോടതിയെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ഈ പറയുന്ന 376D അമെൻഡ് ചെയ്തത് 2016 ഇന്ത്യൻ പാർലമെൻറ്റ് അമെൻഡ് ചെയ്തിരിക്കുന്നത് 2016 അമെൻഡ് ചെയ്തതാണ്. അമെൻഡ് ചെയ്തുകൊണ്ടാണ് കൂട്ട ബലാത്സംഗത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷവും ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ശിക്ഷ, പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തവും ആണ്. അതാണ് 2016 അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരമുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും താഴെയുള്ള വിധി, ഏറ്റവും താഴെയുള്ള ശിക്ഷ 20 വർഷം കഠിന തടവ്. അതിൽ ഇവർ അനുഭവിച്ച റിമാൻഡ് കാലാവധിയിൽ, അത് സാധാരണ മിക്ക കോടതികളും ചെയ്തു കൊടുക്കുന്ന ഒരു നടപടിയാണ്. റിമാൻഡ് കാലാവധിയിൽ പ്രതി അനുഭവിച്ച ശിക്ഷാ കാലാവധി ഈ പറയുന്ന ശിക്ഷയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ എല്ലാവർക്കും 20 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. പൾസർ സുനി മുതൽ ഇങ്ങോട്ട് പൾസർ സുനി, പിന്നീട് അതുപോലെ തന്നെ ആന്റണി, മാർട്ടിൻ ആന്റണി, ഇങ്ങനെ എല്ലാവരെയും. പെരുമ്പാവൂര് വേങ്ങൂർ നടുവേലിക്കുടി വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ NS സുനിൽ എന്ന പൾസർ സുനി അടക്കം 6 പേർക്കും 20 വർഷം തടവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നേരത്തെ അനുഭവിച്ച ശിക്ഷാ കാലാവധി ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞു പോകുമ്പോൾ അത് പറയാം. ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, കോടതി ഈ കേസിനെ, അതായത് ഒരു സെൻസേഷണൽ കേസ് എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി, കോടതിക്ക് ഇതൊരു സെൻസേഷണൽ കേസല്ല എന്ന് കാണിക്കാൻ വേണ്ടി കോടതി കേസ് പരിഗണിച്ചത് പനന്നരയ്ക്കാണ് കോടതി ജഡ്ജി ഹണി M വർഗീസ് ഈ കേസിനെ പരിഗണിച്ചത്. നേരത്തെ കോടതി ഈ കേസിന്റെ അടച്ചിട്ട മുറിയിൽ സ്വീകരിച്ച നിലപാടുകളൊന്നും ആയിരുന്നില്ല. കോടതിയുടെ ശരീരഭാഷ, ഇന്നത്തെ ശരീരഭാഷ മറ്റൊന്നായിരുന്നു. ആ രീതിയിലാണ് ഈ കേസിനെ ഇന്ന് പരിഗണിച്ചത്. സുനിലടക്കം എല്ലാ പ്രതികളെയും രാവിലെ തന്നെ ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും നേരെ നമ്മുടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആദ്യത്തെ കേസായി പരിഗണിക്കും എന്ന് പ്രോസിക്യൂഷൻ വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. 11:30 കേസ് പരിഗണിക്കപ്പെട്ടു. പ്രതികളെല്ലാം കൂട്ടിൽ കയറി നിന്നത് മുതൽ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, ഈ കേസിൽ ആദ്യം പിടിക്കപ്പെട്ട, അതായത് നടിയുടെ ഡ്രൈവറായി ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന മാർട്ടിൻ ആന്റണി കൂട്ടിൽ കയറി നിന്നത് മുതൽ പൊട്ടിക്കരയുകയാണ്. ആദ്യ അവസാനം മാർട്ടിൻ ആന്റണി പൊട്ടിക്കരയുകയായിരുന്നു. പിന്നീട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ, ഓരോരുത്തരെയും മജിസ്ട്രേറ്റ് ജഡ്ജി അടുത്തേക്ക് വിളിച്ചു. എന്താണ് പറയാനുള്ളത്, അതായത് പ്രതികൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ജഡ്ജി സാവധാനം കേട്ടു. ഒട്ടും തിരക്കില്ലാതെ സമാധാനമായിരുന്ന് ജഡ്ജി കേട്ടു. പൾസർ സുനി പറഞ്ഞു, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ് പൾസർ സുനി പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം തൊഴുതുകൊണ്ട് നിന്നെങ്കിൽ പൾസർ സുനി തൊഴുതില്ല. കൈ കെട്ടി നിന്ന് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഏകാശ്രയം ഞാൻ മാത്രമാണ് എന്ന മറുപടിയാണ് ഈ പറയുന്ന പൾസർ സുനി കോടതിക്ക് നൽകിയത്. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കോടതിക്ക് മുമ്പാകെ ജഡ്ജി അടുത്തേക്ക് വിളിച്ചപ്പോഴും ജഡ്ജിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. മനസാ വാച അറിയാത്ത കാര്യത്തിനാണ് ഞാൻ ഇത്രയും കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നിസാര ശമ്പളത്തിന് കൂലിക്ക് പോയ ഒരാളാണ് ഞാൻ, എന്നെ ഈ കേസിൽ പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് മാർട്ടിൻ ആന്റണി പൊട്ടിക്കരഞ്ഞു. ഇതാണ് രണ്ടാം പ്രതിയുടെ ആ കോടതിയിലുണ്ടായിരുന്ന പ്രതികരണം. ഇതൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ ചുരുക്കി പറയുകയാണ്, അധിക സമയമില്ലല്ലോ. മൂന്നാം പ്രതി മണികണ്ഠൻ എന്ന് പറയുന്നത് മണികണ്ഠൻ ചെയ്തത് ഭാര്യ, മകൾ, മകൻ, ഇത്രയും പേരുണ്ട്. ഇത്രയും പേർക്കും ഏക ആശ്രയം
താനാണ്. തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകി അവരെ സഹായിക്കാൻ, ആ കുടുംബത്തിനെ നോക്കേണ്ടത് താനാണ്. എല്ലാ കാലത്തും തന്നെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഗതി അധോഗതിയായി പോകും എന്ന് കോടതിയെ എന്താ പറയുക, വളരെ ദുഃഖത്തോടുകൂടി ഈ മണികണ്ഠൻ അറിയിച്ചു. 4-ാം പ്രതി വിജീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിജീഷിനെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം. തലശ്ശേരിക്കാരനാണ്. കുറഞ്ഞ ശിക്ഷ നൽകണം, ഒപ്പം കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം. വിയൂർ ജയിലിൽ ചില പ്രശ്നങ്ങളുണ്ട്. കണ്ണൂർ ജയിലാകുമ്പോൾ തൻ്റെ കുടുംബത്തിന് തന്നെ വന്ന് കാണാനെങ്കിലും സാധിക്കുമല്ലോ, കുറഞ്ഞ ശിക്ഷ തരണം, ഒപ്പം കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം. ഇതായിരുന്നു ഇയാളുടെ പ്രതികരണം. 5-ാം പ്രതി സലീം, വടിവാൾ സലീം എന്ന് പറയുന്ന സലീം. സലീം പറഞ്ഞത് ഭാര്യ, 3 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഭാര്യയ്ക്ക് ജോലിയില്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ താൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ 3 വയസ്സുള്ള ഒരു മകളുണ്ട്. അതിനെ സഹായിക്കാൻ അവർ നിരാലംബരാണ്. അവരെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ, അവർക്ക് ആകെ താങ്ങായി നിൽക്കാനുള്ളത് താൻ മാത്രമാണ്. തനിക്ക് എങ്ങനെയെങ്കിലും കുറഞ്ഞ ശിക്ഷ നൽകി തന്നെ ഒഴിവാക്കി തരണമെന്നുള്ള കേണപേക്ഷയാണ് സലീം കോടതിയിൽ നടത്തിയത്. 6-ാം പ്രതി പ്രദീപ് ഒരു ബസ്സിലെ ജീവനക്കാരനായിരുന്നു. അത് പറയാതെ പോകരുത്. പ്രദീപ് ചെയ്ത തെറ്റ്, പ്രദീപ് ഈ കേസ് അറിഞ്ഞിട്ടും പ്രദീപ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. കാറിൽ നിന്ന് പ്രദീപ് വഴിയിൽ നിന്ന് കയറിയതാണ്. പ്രദീപിന് ഈ കേസുമായിട്ട് ഗൂഢാലോചനയിൽ ഈ പ്രദീപ് ഇല്ല. ശരിക്കും പ്രദീപ് ഒരു ബസ്സിലെ ജീവനക്കാരനാണ്. വഴിയിൽ നിന്നപ്പോൾ ഈ വണ്ടിയിൽ വന്ന് കയറിയത് ഇവരുടെ ഒരു സുഹൃത്താണ്, ഇവരിൽ ഒരാളുടെ ഒരു സുഹൃത്താണ് ഈ പ്രദീപ്. പക്ഷേ നടിയിനകത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും വാഹനത്തിൽ നിന്നും ഇറങ്ങുകയോ അല്ലെങ്കിൽ എന്നെ വിലക്കാനോ ശ്രമിച്ചില്ല. ഈ കുറ്റം തടയാനുള്ള ശ്രമം പ്രദീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. പ്രദീപ് കേണപേക്ഷിച്ചു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. താൻ ഇതൊന്നും അറിഞ്ഞില്ല, അന്ന് രാത്രിയിൽ ജോലി കഴിഞ്ഞിറങ്ങിയ താൻ അബദ്ധത്തിൽ ഈ വാഹനത്തിൽ കയറിപ്പോയെന്നൊക്കെ പറഞ്ഞ് കുറെ നേരം അവിടെ കരഞ്ഞപേക്ഷിച്ചു, കേണപേക്ഷിച്ചു. ഇത്രയായിരുന്നു പ്രതികളുടെ പ്രതികരണം. അടുത്തത് പ്രതിഭാഗത്തിന്റെ വാദം. പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പലതരത്തിലുള്ള വാദം വന്നു. പലർക്കും പല അഭിഭാഷകരാണല്ലോ. അപ്പോൾ ഇവരാരും തന്നെ, അതായത് 1-ാം പ്രതി ഒഴികെ, 1-ാം പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇത് നിർഭയ കേസ് പോലെ പരിഗണിക്കരുത്. അപ്പോൾ കോടതി അതിനോട് പറഞ്ഞ മറുപടി, ഇറ്റ്സ് എ സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വുമൻ എന്നുള്ള രീതിയിൽ കോടതി അവിടെ പ്രതികരിച്ചു. അതായത് നിർഭയ കേസ് പോലെ താൻ പരിഗണിക്കാൻ പോവുകയാണ് എന്നൊരു പ്രതീതി കോടതി അവിടെ ഉണ്ടാക്കി. ബാക്കിയുള്ള പ്രതികളുടെ എല്ലാ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് സുനി മാത്രമാണ്. ബാക്കിയുള്ള ഒരു പ്രതി പോലും ഇവരുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗ്യാങ് റേപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദമാണ് ബാക്കിയുള്ള എല്ലാ പ്രതികളുടെയും അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എനിക്ക് സമയമില്ല, എനിക്കിനി ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയൂ, ഈ പറയുന്ന സെക്ഷൻ നിലനിൽക്കില്ല, ഈ വിധി നിലനിൽക്കില്ല, ഇങ്ങനെയുള്ള വാദമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ പറഞ്ഞു പരമാവധി ശിക്ഷ നൽകണം. 2016 ഞാൻ നേരത്തെ പറഞ്ഞ അമെൻമെന്റ് പ്രകാരം ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകാൻ സാധിക്കും. ഇതൊരു ഗ്യാങ് റേപ്പാണ്, കൂട്ടബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. കൂട്ടബലാത്സംഗം എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് ബലാത്സംഗം ചെയ്യണമെന്നില്ല. മറ്റുള്ളവർ അതിന് സഹായം ചെയ്തു കൊടുത്താലും ഇത് ഗ്യാങ് റേപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കമ്മീഷൻ, ജസ്റ്റിസ് വർമ്മ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ വായിച്ചെങ്കിലും പ്രോസിക്യൂഷന് വർമ്മ കമ്മീഷന്റെ ഡേറ്റ് അടക്കം തെറ്റിപ്പോയി. അത് ശരി. ജഡ്ജി ഹണി എം വർഗീസ് അത് തിരുത്തി, പ്രോസിക്യൂഷനെ തിരുത്തി. എല്ലാം പഠിച്ചിട്ടാണ് ജഡ്ജി അവിടെ വന്നിരുന്നത്. പ്രോസിക്യൂഷന് ഡേറ്റ് അടക്കം തെറ്റിപ്പോയി, വർമ്മ കമ്മീഷന്റെ ഡേറ്റ് തെറ്റിപ്പോയി, അടക്കം തെറ്റിപ്പോയി. ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു സ്ത്രീയെ ഒരു ഉപകരണമായി ഇവർ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞു ഒരു വനിതാ ജഡ്ജിക്കും അത് ബാധകമല്ലേ. അതെ, അതിലെല്ലാം ഉണ്ട്. അതിലെല്ലാ അർത്ഥത്തിലും ജഡ്ജി തിരിച്ചടിച്ചു. ജഡ്ജി സ്ട്രോങ് ആയി ഒരൊറ്റ വാക്കിൽ ശക്തമായി തിരിച്ചടിച്ചു. ചിരിച്ചുകൊണ്ടാണ് ഹണി എം വർഗീസ് അത് പറഞ്ഞത്. കോടതിയിൽ പറഞ്ഞു ഒരു വനിതാ ജഡ്ജിക്കും ഈ പറഞ്ഞത് ബാധകമല്ലേ എന്ന് ചോദിച്ചു. പ്രോസിക്യൂഷനോട് ചോദിച്ചു. അതിനു മുമ്പ് കോടതി ഒരു കാര്യം പറഞ്ഞു, എന്നെ വിമർശിക്കാം, ഹണി എം വർഗീസ് എന്ന് പറയുന്ന ഇന്ത്യൻ പൗരയായിട്ടുള്ള എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, എൻ്റെ ഭൂതകാലം നിങ്ങൾക്ക് തിരയാം,
നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അന്വേഷിക്കാം, എൻ്റെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കാം, എൻ്റെ വാക്കുകളെയൊക്കെ വിമർശിക്കാം. പക്ഷേ ഇത് കോടതിയാണ്. കോടതിയെ വിമർശിച്ചാൽ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ കോടതി നടപടികൾക്കെതിരെ ഉന്നയിക്കുകയും കോടതിയെ അധിക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ കോടതിയെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. കോടതി ലക്ഷ്യത്തിന് കേസ് മാധ്യമങ്ങളോടക്കമാണ് ഞാൻ ഈ പറയുന്നത് എന്നുമാണ് ഒരു വാക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. ഇന്നത്തെ വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞത്. അതെ അതെ. വിധിന്യായത്തെ സാധാരണ പറയുന്നത് വിധിയാണ്. വിധിയെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ വിമർശനമൊക്കെ ആവാം. പക്ഷേ വിധി പറഞ്ഞ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ലെന്നാണ് സാധാരണ കോടതിയിൽ നിഷ്കർഷിക്കാറുള്ള കാര്യം. പക്ഷേ ഹണിയം വർഗീസ് നേരെ തിരിച്ചു പറഞ്ഞു, എന്നെ നിങ്ങൾ വിമർശിച്ചുള്ളൂ, പക്ഷേ കോടതി നടപടികളെ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യത്തിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം നിങ്ങൾ വെല്ലുവിളിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് എന്ന് ജഡ്ജി, നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ജഡ്ജി ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയി. അതിനിടെ പ്രോസിക്യൂഷൻ പറഞ്ഞു, ഇവരുടെ അതായത് പ്രതിഭാഗത്തിന്റെ ഒരു വാദമുണ്ടല്ലോ, ഒന്നാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞു ഇവരൊരു ചെയിൻ പോലെയായിരുന്നു, ഇത്രയും പേരും സുനി മാത്രമായിരിക്കാം ആ യുവതിയെ ഉപദ്രവിച്ചത്, പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും അതിനു വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തു. ആ ഒരുക്കി കൊടുത്തത് എന്തിനാണ്? ഒരു റേപ്പിന് വേണ്ടിയിട്ടാണ്. സോ ഇവരെല്ലാവരും അതിൽ ഉൾപ്പെടുന്നവരാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുപോയി. ഇതിനിടെ കോടതി നടത്തിയ ഒരു പരാമർശമാണ്, ഒന്നാം പ്രതി, ഇത് തന്നെ കോടതിയും പറഞ്ഞു, ഒന്നാം പ്രതി മാത്രമാണല്ലോ കുറ്റക്കാരൻ ഈ കാര്യത്തിൽ, ഗ്യാങ് റേപ്പിൽ, ബാക്കിയുള്ളവർ ഇതാണല്ലോ ഏതാ ഇതിന് കൂട്ടുനിന്നവരല്ലേ. സോ അതിന്റെ കടുത്ത ഇതുണ്ടല്ലോ ഏതാ അതിന്റെ കാഠിന്യം അനുസരിച്ചല്ലേ ശിക്ഷ നൽകേണ്ടത് ഞാൻ എന്ന് ഹണിയം വർഗീസ് ചോദിച്ചപ്പോൾ അജകുമാറിന്റെ വാദം ഇതായിരുന്നു, ഒരു കൂട്ടത്തല്ല് നടക്കുന്നു, അതിൽ ശക്തമായൊരു ഇടിച്ചത് ആരാണെന്ന് നോക്കിയാണോ എന്താ നമ്മൾ വിധിക്കാറുള്ളത്? ഒരു 4-5 പേർ ചേർന്ന് ഒരാളെ മർദ്ദിക്കുന്നു, അയാൾ മരണപ്പെട്ടു, അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രഹരിച്ചത് ആരാണ് എന്ന് വെച്ചതല്ലല്ലോ നമ്മൾ വിധിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലെ കണ്ണികളാണ്, എല്ലാവരും പ്രതികളാണ്, എല്ലാവർക്കും ഒരേ ശിക്ഷയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ലഭിക്കുക. ഇത്തരം വാദങ്ങളൊക്കെയാണ്, ഞാനിതെല്ലാം ചുരുക്കിയാണ് പറഞ്ഞത്, ഇത്തരം വാദങ്ങളൊക്കെയാണ് കോടതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നത്. 11:30 ആരംഭിച്ച ഈ പറയുന്ന ശിക്ഷാവിധിയിലെ വാദം 1 മണിക്ക് കോടതി അവസാനിപ്പിച്ചു. കോടതി അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോടതി ഏറ്റവും അവസാനം പറഞ്ഞത്, എനിക്ക് ഇനി ഒരുപാട് ജോലിയുണ്ട്, ആ ജോലികൾ ഇനി ചെയ്ത് തീർക്കണം, അതുകൊണ്ട് 3:30 ഞാൻ കോടതി വീണ്ടും ചേരും, ആ സമയത്ത് ഇവരുടെ ശിക്ഷ പ്രഖ്യാപിക്കും, ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞ് കോടതി പിരിഞ്ഞ് പോകുന്നു. പിന്നീട് 3:30 മുതൽ കോടതിയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ബെൽ മുഴങ്ങി, പക്ഷേ മജിസ്ട്രേറ്റ് ജഡ്ജി വന്നില്ല. ജഡ്ജി വന്നില്ല. കാരണം 1500 പേജുള്ള ശിക്ഷാവിധിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഈ വിധിയുടെ ജഡ്ജ്മെന്റ് ഉടൻ ഒന്നും പുറത്തു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ, എല്ലാ കോടതിയിലെയും ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണി കഴിയുമ്പോൾ എല്ലാം കൂടി കയറുന്ന ലീഗൽ സൈറ്റിൽ എത്താറുണ്ട്. ഇത് വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്റെ പരിമിതമായ അറിവിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചിലപ്പോൾ നമ്മളിത് അപ്പ് ചെയ്യുമ്പോൾ, ഈ വീഡിയോ അപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജഡ്ജ്മെന്റ് വന്നേക്കാം. അതിൽ വരാനുള്ള ഒരു സാധ്യത കുറവിനെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം, ഈ ജഡ്ജ്മെന്റിൽ ആ നടിയുടെ പൂർണ്ണമായിട്ടുള്ള മൊഴിയുണ്ട്. തന്നെ എന്തൊക്കെ ആ ദിവസം ഇവർ ചെയ്തു എന്ന് പറയുന്ന മുഴുവൻ മൊഴിയും ആ ജഡ്ജ്മെന്റിൽ, ഈ 1500 പേജിനിടയിൽ ആ മൊഴി പൂർണ്ണമായും ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ മൊഴി ഉള്ളത് കൊണ്ട് ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വരുമോ എന്നുള്ള ഒരു സംശയം. കാര്യം അങ്ങനെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് ഇത് വരികയാണെങ്കിൽ അത് ഈ പറയുന്ന എന്താ പറയാ, ഈ നടിയുടെ, ഈ യുവതി അതിജീവിതയുടെ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായി, അവർ ഇത്രയധികം കാര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹം അറിയുകയും ചില ഇക്കിളി കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അത്തരക്കാർക്ക് ഇത് വായിച്ച് രസിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇത് മാറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കോടതി അത് ആ രീതിയിൽ പരിഗണിക്കുമോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 11:30 മുതൽ 1 മണി വരെയും, 1 മണിയല്ല 4 മണി വരെയും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, കടുത്ത ശിക്ഷ ഇവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീതിയായിരുന്നു ആ സമയം വരെയും ഉണ്ടായിരുന്നത്. 4 മണി കഴിഞ്ഞ ശേഷം കോടതിയിലേക്ക് ജഡ്ജി ഹണിയം വർഗീസ് എത്തുന്നു. നേരെ കോടതിയിലേക്ക് എത്തിയ ജഡ്ജി വിധിന്യായം വായിച്ചു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം തടവ്. IT ആക്ട് പ്രകാരം ഈ
പൾസർ സുനിക്ക് 3 വർഷം എക്സ്ട്രാ ഉണ്ട്. ചിലർക്ക് ഏറിയും കുറച്ചുമൊക്കെ ശിക്ഷ 2 വർഷം 1 വർഷമൊക്കെ വിവിധ വകുപ്പുകളിൽ ഉണ്ട്. IT ആക്ടിൽ 3 വർഷം ഉണ്ടെങ്കിൽ പോലും ഈ പൾസർ സുനിക്ക് അതും എല്ലാവരും ഇതെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി. അതായത് 20 വർഷം തടവിൽ ഏതൊക്കെ കുറ്റങ്ങളിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ടോ എല്ലാം കൂടി ചേർത്ത് 20 വർഷം. അതിനൊപ്പം തന്നെ റിമാൻഡ് കാലാവധി ഇവർ എത്ര അനുഭവിച്ചിട്ടുണ്ടോ ആ അനുഭവിച്ച കാലം ഇതിൽ കൂട്ടിക്കെട്ടും, അതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ അത് ലെസ് ചെയ്തുകൊണ്ടാണ് ബാക്കി കാലാവധി ഇവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 5 ലക്ഷം രൂപ ഈ യുവതിക്ക് എല്ലാവരും ചേർന്ന് നൽകണം. ഓരോരുത്തർക്കും 50,000 രൂപ പിഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഇത് എന്തുകൊണ്ട് 6 പേര് ചേർന്ന് 50,000 വെച്ച് കൊടുത്താൽ 3 ലക്ഷം രൂപ എല്ലാം വരൂ എന്ന് ചിന്തിക്കും. ബാക്കി 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളിൽ 10,000 15,000 എന്ന രീതിയിൽ ഇവർക്ക് വേറെ ചുമത്തിയിട്ടുണ്ട്. അത് ജഡ്ജ്മെന്റ് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എക്സ്ട്രാ വേറെ ഏതൊക്കെ വകുപ്പുകളിൽ പിഴ ചുമത്തിയിട്ടുണ്ട് എന്നത് വായിക്കാൻ സാധിക്കും. ഇത് കൂട്ടബലാത്സംഗ കേസിലുള്ള ശിക്ഷയാണ് ഈ 50,000 രൂപ എന്ന് പറയുന്നത്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഈ ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്ന വസ്തുക്കൾ എല്ലാം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതെല്ലാം തന്നെ അതിജീവിതയ്ക്ക് തിരികെ നൽകണം. കേസിന്റെ പ്രോസസ്സ് എല്ലാം അവസാനിച്ചു. പക്ഷേ മെമ്മറി കാർഡ് നൽകാൻ പാടില്ല, പെൻ ഡ്രൈവ് നൽകാൻ പാടില്ല. അത് അതീവ സുരക്ഷിതമായി നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും സൂക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം ആരാണോ ചുമതലയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷയിലേക്ക് കാലാകാലങ്ങളിൽ പോലീസിന്റെ ഭദ്രമായ പോലീസിന്റെ രഹസ്യ അറയിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പല പല സാധനങ്ങൾ ഉണ്ട്, പുറത്തുവിടാത്ത ഒരുപാട് സാധനങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ആഭ്യന്തര വകുപ്പിലൊക്കെ പോയി തപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ ശബരിമല ക്ഷേത്രം കത്തിച്ച സാധനങ്ങളൊക്കെ ആ റിപ്പോർട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഡോക്യുമെന്റുകളൊക്കെ, ചില ഡോക്യുമെന്റുകളൊന്നും ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിൽ എല്ലാ കാലത്തും ഈ പറയുന്ന സാധനം സൂക്ഷിക്കണം. പൂർണ്ണ ഉത്തരവാദിത്തം, അതായത് ഇനി ഇതിലെ ദൃശ്യം എന്തെങ്കിലും പുറത്തു വരികയാണെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണോ ആ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള കേരള പോലീസ് അതിന് ഉത്തരം പറയേണ്ടി വരും. ആ രീതിയിലാണ് ഈ വിധി ന്യായം വന്നിരിക്കുന്നത്. ഇത് ഇത്രയും ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മുടെ കിട്ടാതെ ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇൻക്ലൂഡ് ചെയ്ത ശേഷമുള്ള ആരൊക്കെ എത്ര വർഷം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. പൾസർ സുനി 1-ാം പ്രതി NS സുനിൽ കുമാർ എന്ന് പറയുന്ന പൾസർ സുനി 13 വർഷം തികച്ചില്ല, 12.5 വർഷം ഇത് നോക്കുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരും. 2-ാം പ്രതി മാർട്ടിൻ ആന്റണി 13 വർഷം, 7 വർഷം അയാൾ ഇതിനോടകം ശിക്ഷ ജയിലിൽ കിടന്നിട്ടുണ്ട്. പിന്നീടുള്ളത് വിജീഷ് 16.5 വർഷം അനുഭവിക്കേണ്ടി വരും. പിന്നെ മണികണ്ഠനും 16.5 വർഷമാണ് ശിക്ഷ ഇനി അനുഭവിക്കേണ്ടി വരിക. സലീം 18 വർഷം അനുഭവിക്കേണ്ടി വരും. ഈ കേസിൽ ആദ്യം ജാമ്യം കിട്ടുന്നത് പ്രദീപിനാണ്. അതായത് ഈ പറയുന്ന ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തവരിൽ ആദ്യം ജാമ്യം കിട്ടിയത് പ്രദീപിനായിരുന്നു. പ്രദീപാണ് 2 വർഷം, ഈ സലീമിനെ പോലെ 2 വർഷം അനുഭവിക്കണമെങ്കിലും സലീമും പ്രദീപും തമ്മിൽ 2.5 മാസത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കേസിൽ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് പൾസർ സുനിയും ഏറ്റവും അവസാനം പുറത്തിറങ്ങാൻ പോകുന്നത് ഇപ്പോഴത്തെ ശിക്ഷാവിധി അനുസരിച്ച് പ്രദീപുമാണ്. 6-ാം പ്രതി പ്രദീപുമാണ് ഈ കേസിൽ ഏറ്റവും അവസാനം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇനി ഈ കേസിന്റെ നടപടി അതെന്തായിരിക്കും, ഭാവി നടപടി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജഡ്ജ്മെന്റ് കയ്യിൽ കിട്ടിയാൽ, ഇപ്പോൾ ജഡ്ജ്മെന്റിന്റെ കോപ്പി പബ്ലിക് ഡോക്യുമെന്റ് അല്ലാത്തത് കൊണ്ട്, പബ്ലിക് ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്ന് ഇനിയാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതിനോടകം നമ്മൾ സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അപ്പി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട്. അപ്പൊ അത് വന്നല്ലോടാ നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. രാത്രി എനിക്ക് കിടന്ന് പറയണം, വന്ന് വിളിച്ച് തെറി വിളിക്കില്ലേ. അപ്പോൾ പബ്ലിക് ഡോക്യുമെന്റ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനമാവും. ആയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രതികൾക്ക് ഇതിന്റെ കോപ്പി കിട്ടും. കാര്യം എങ്കിൽ മാത്രമേ ഇവർക്ക് അപ്പീലിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനും അപ്പുറം സർക്കാർ പ്രോസിക്യൂഷൻ ഇപ്പോൾ പിന്നെ ഇവർ പോകുമ്പോൾ സ്വാഭാവികമായി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നായിരിക്കും. ഇപ്പം പൾസർ സുനി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നായിരിക്കും അപ്പീൽ പോകുമ്പോൾ കേസ് സർക്കാരുമായിട്ടാണല്ലോ, കേരള സർക്കാരുമായിട്ടാണ് ഈ പറയുന്ന കേസ് ഇവർ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രതികൾക്ക് കിട്ടും, സർക്കാരിനും പ്രോസിക്യൂഷനും ഇതിന്റെ കോപ്പി കിട്ടും, അതിജീവിതയ്ക്കും ഇതിന്റെ കോപ്പി കിട്ടും. ഇത്രയും പേർക്ക് ഇതിന്റെ കോപ്പി ഉറപ്പായിട്ടും കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് അതിലെ മറ്റു കാര്യങ്ങളാണ്. ഈ ജഡ്ജ്മെന്റ് കിട്ടിയാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദിലീപ് എങ്ങനെ ഈ പറയുന്ന കേസിൽ നിന്നും പുറത്തു വന്നു, കുറ്റവിമുക്തനായി എന്നുള്ളതടക്കം മറ്റുള്ളവർ എങ്ങനെ കുറ്റവിമുക്തരായി എന്നും
പ്രോസിക്യൂഷന്റെ വാദം, അതായത് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ പ്രോസിക്യൂഷന്റെ വാദം എങ്ങനെ തള്ളിപ്പോയി എന്നും ജഡ്ജ്മെന്റിന്റെ മൊത്തം വായിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സമയം 5:30 മാത്രമാണ്. ഈ 5:30 മണി സമയത്ത് നമുക്കത് പറയാൻ പറ്റില്ല. വൈകിട്ട് 5:30 ആയിട്ടേ ഉള്ളൂ. ഇനി വരുന്ന മണിക്കൂറുകൾ, ഈ 5:30 എന്ന് ഞാൻ കൃത്യമായി പറയാൻ കാര്യം, വരുന്ന മണിക്കൂറിൽ ചിലപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് വരും. അപ്പോൾ ഇന്ന് നടന്ന മുഴുവൻ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നു, അതിജീവിത അന്വേഷിക്കണമെന്ന് പറയുന്നു, കേരള സർക്കാർ പ്രോസിക്യൂഷൻ പറയുന്നു ഇത് അന്വേഷിക്കണമെന്ന്, എല്ലാവരും പറയുന്നുണ്ട് ഗൂഢാലോചന അന്വേഷിക്കണം. പക്ഷെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്തണം. അത്രയും വലിയ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ നടത്തുകയോ അല്ലെങ്കിൽ അത്രയും വലിയ തെളിവുമായിട്ട് ബാലേന്ദ്രകുമാർ വന്നതുപോലെ ആരെങ്കിലും ഒരാൾ തലപൊക്കുകയോ വേണം. എങ്കിൽ മാത്രമേ ഈ കേസിൽ ഇനിയൊരു റീ ഇൻവെസ്റ്റിഗേഷന്റെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ അപ്പീൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാം. അപ്പീലൊക്കെ വർഷങ്ങളെടുക്കും. സുപ്രീം കോടതി വരെ ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സുപ്രീം കോടതി വരെ ഈ കേസ് പോകുമെന്ന്. സുപ്രീം കോടതിക്ക് ഈ കേസിൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ വാദമൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്ക് പൾസർ സുനി ജാമ്യം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. അത്രയും കാലം കോടതി പറഞ്ഞൊരു കാര്യം, ഞാൻ ആൾക്കൂട്ടത്തെ നോക്കി ഞാൻ വിധി പറയണമെന്ന് കോടതി ചോദിച്ചു. ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടത്തെ നോക്കി ഞാൻ വിധി പറയണമെന്ന് ഹണി എം വർഗീസും പ്രോസിക്യൂഷനോട് ചോദിച്ചു. ആൾക്കൂട്ടമല്ല കോടതിയുടെ വിധി, എന്റെ മുന്നിൽ വരുന്ന തെളിവും സാക്ഷിയും ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ള മറ്റു വസ്തുക്കളുമാണ് ഞാൻ വിധി പറയേണ്ട എന്റെ കേസിലെ വിധി എന്ന് പറയുന്നത്, വിധിന്യായം എന്ന് പറയുന്നത്. അല്ലാതെ ഇത്ര പേർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു വിധി പറയാൻ സാധിക്കില്ല. മാത്രമല്ല ചില അഭിഭാഷകർക്കുള്ള മറുപടിയാണ്, എല്ലാവർക്കും നല്ല കടുത്ത മറുപടി പറയും. പുറത്ത് തെളിവുകളുണ്ടെന്ന് പറയും. അപ്പൊ എന്താ ഈ തെളിവ് അവിടെ കൊടുക്കണ്ടേ? അവിടെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ഇരയുടെ അഭിഭാഷകയായിട്ടുള്ള TB ബിനി ഇന്ന് ആ കോടതിയുടെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവർ ഒരു പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. കോടതി 2 പ്രാവശ്യം പ്രോസിക്യൂഷനോട് ചോദിച്ചതിനൊപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷക ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാമെന്ന് 2 തവണ പറഞ്ഞിട്ടും അവിടെ പറയാൻ ആളുണ്ടായിരുന്നില്ല. TB ബിനി പിന്നീട് പ്രതികരിച്ചത്, അതിനോട് സംഭവവുമായി ബന്ധപ്പെട്ട് TB ബിനിയെ വിളിച്ചു ചോദിച്ചപ്പോൾ TB ബിനി പറഞ്ഞു, ഞാൻ പ്രതിഷേധത്തിലാണ്. അങ്ങനെ അല്ലല്ലോ ഒരു അഭിഭാഷകർ പറയേണ്ടത്. ഇവർ അവിടെ നിന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഈ ഇരയ്ക്ക് നീതി കിട്ടുമോ? അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ? അതെ, നമ്മുടെ കയ്യിൽ അവരുടെ പരാമർശങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ദിലീപ് ആയിരുന്നു, ഒരു മാധ്യമത്തിന് അവർ നൽകിയ ഇന്റർവ്യൂവിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, ദിലീപ് ആയിരുന്നെങ്കിൽ, ഈ പറയുന്ന പീഡനം നടത്തിയ ഡയറക്റ്റ് ആയിട്ട് ദിലീപ് ആയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, എങ്കിൽ പോലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ അതിജീവിതയോട് ചോദിച്ചു, നമുക്കിത് സെറ്റിൽ ചെയ്തങ്ങ് പോയാലോ? ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഈ പറയുന്ന അഭിഭാഷക നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പല മാധ്യമങ്ങളിൽ അവർ നടത്തിയ പരാമർശമാണ്. അങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത പരാമർശം നടത്തിയ ഒരാൾ എന്ന നിലയിൽ വേണം ഈ കേസിൽ അവരുടെ കാര്യങ്ങളെ, അവരുടെ ഈ പറയുന്ന നടത്തിപ്പിനെയൊക്കെ കാണാൻ. ഏതായാലും വിധി ഒരു നിരാശാജനകം തന്നെയാണ്, ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വിധി നിരാശാജനകമാണ്. ആ നിരാശാജനകമാകാനുള്ള കാരണം എന്താണെന്നുള്ളത് ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോഴേ അറിയാൻ കഴിയും. വെറുതെ ഒരു ജഡ്ജി എന്നാൽ ഇവരാരും ഇനി രക്ഷപ്പെട്ടു പോകണ്ട, അല്ല ഇവരെല്ലാവരും അങ്ങ് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചതായിരിക്കില്ല. ഒന്നുകിൽ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടിത്തറയിൽ തന്നെ കാര്യങ്ങൾ പാളിയിട്ടുണ്ട്. നമ്മൾ അനുമാനിക്കുന്ന പ്രകാരം ശരിയാണ് എന്നുണ്ടെങ്കിൽ ആലുവ കോടതിയിൽ പൾസർ സുനിയുടെ മെമ്മറി കാർഡ് ഹാജരാക്കിയത് മുതൽ കേസ് പാളിയിട്ടുണ്ട്. ആലുവ കോടതിയിൽ കൊണ്ടുപോയി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആണ് ആദ്യമായിട്ട് ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി അന്വേഷണ സംഘം ഹാജരാക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് പ്രോസിക്യൂഷൻ പൊളിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ ആ നീക്കം മുതൽ പ്രോസിക്യൂഷൻ പൊളിഞ്ഞു, അവിടെ മുതൽ പൊളിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൾസർ സുനി ഇത് പോലീസിന് കൈമാറി എന്ന രീതിയിലാണ് ഇവർ അത് എഴുതി വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അയാളുടെ തെളിവ് കൊണ്ടുവന്ന് പോലീസിന് കൊടുത്തു. അയാൾക്കെതിരായിട്ടുള്ള തെളിവ് പോലീസിന് കൊണ്ടുപോയി അയാൾ കൊടുത്തു എന്നാവും. അത് ഭയങ്കര അതിശക്തമായിട്ടുള്ളൊരു ഡിഫൻസാണ്. തിരിച്ചടിക്കും. ഡിഫൻസ് ശക്തമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിഫൻസാണത്. ഞാൻ എന്തിനാ എൻ്റെ തെളിവ് കൊണ്ടുപോയി അവിടെ കൊടുക്കണമെന്ന് ചോദിക്കില്ല. ഞാൻ എന്തിനാണ് എനിക്കെതിരായിട്ടുള്ള തെളിവ് കൊണ്ടുപോയിട്ട് പോലീസിന് കൊടുക്കേണ്ട കാര്യം, എനിക്ക് എന്താ പ്രാന്താണെന്ന് ചോദിക്കില്ല. അതുപോലെ അതൊരു ശക്തമായിട്ട് ഡിഫൻസാണ്. അതിന് മുന്നിൽ പ്രോസിക്യൂഷൻ പാളിപ്പോവും. സംഭവിച്ചത് പ്രതിഭാഗത്തിന്, അതായത് ആദ്യഘട്ടത്തിൽ, ഇതിന്റെ തുടക്കം മാത്രമാണ് പറഞ്ഞത്. അന്നേരം മുതൽ ഇതിന്റെ ആണിക്കല്ല് ഇളകി തുടങ്ങി എന്ന് വേണം
മനസ്സിലാക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതെ. ഏതായാലും വരും മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങളുമായി. വീണ്ടും നമ്മളിത് ഒരു ലൈവ് പ്രോഗ്രാം അല്ലാത്തത് കൊണ്ടാണ് നേരത്തെ റെക്കോർഡ് ചെയ്ത സാധനം നമ്മൾ അപ്പ് ചെയ്യുന്നത്. ഇച്ചിലൂടെ കഴിയുമ്പോൾ ഇതിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ തെറിയും വരും. അത് അധികല്ലടാ പറഞ്ഞിട്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ വരാം. ഓക്കെ. അപ്പോൾ ശരി. ശരി.